ഹായ്, നമുക്കിന്നൊരു നങ്ക് മീൻ കറി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നങ്ക് മീൻ എടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ നങ്ക് മീൻ എന്ന് പറയും, ഇംഗ്ലീഷിൽ ഇതിന് സോൾ ഫിഷ് എന്ന് പറയും. ഈ മീൻ നമുക്ക് എപ്പോഴൊന്നും കിട്ടാറില്ല, ഇടയ്ക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ലൂലു നെസ്റ്റോലൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് ഈ മീൻ കണ്ടാൽ അപ്പോൾ വാങ്ങിക്കോട്ടോ. ഇതിൻ്റെ വലുത് കിട്ടാറുണ്ട്, ഇത് അങ്ങനെ കിട്ടില്ല. അപ്പോൾ നമുക്കിന്നത് കറി വെക്കാം. ഇതിൻ്റെ തൊലിയൊക്കെ ഒരിഞ്ഞ് നമുക്ക് ഫിഷ് വൃത്തിയാക്കിയിട്ട് വരാം. അതിന് മുൻപ് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലോട്ട് ഒരു വലിയ സ്പൂണ് മുളക് പൊടിയും 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സിയിൽ നിന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് മീൻകറി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഫിഷൊക്കെ ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനിവിടെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായി ഒന്ന് അരിഞ്ഞ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതൊന്ന് കുനുകുനാന്നൊന്ന് അരിഞ്ഞു കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 3 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയുടെ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് പുളി പിഴിഞ്ഞതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് പുളി ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്കിത് ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കണം. ഇപ്പം നമ്മുടെ മീൻകറി ഞാൻ ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പം നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് നങ്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ മീനായതുകൊണ്ട് പെട്ടെന്ന് റെഡിയാവും. അപ്പം മീനുകളൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം.
പിന്നെ കുറച്ച് നങ്ക് മീൻ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ്. കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും, ഇതെല്ലാം എല്ലാവർക്കും അറിയുന്നതാണല്ലോ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ നങ്ക് മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നല്ല വറ്റിച്ചിട്ടാണ് ഇത് ഈ കറി ഉണ്ടാക്കാറുള്ളത്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ നങ്ക് മീൻകറിയും ഫ്രൈയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി വരാം. ഓക്കെ, ബായ്.